പ്രണയത്തിന് കണ്ണുമൂക്കുമില്ല, പ്രണയത്തിൽ ശരിതെറ്റുകളില്ല എന്നെല്ലാം നമ്മൾ കളിയായും കാര്യമായും ഒക്കെ പറയാറുണ്ട്. എന്നാൽ ഇനി പറയാൻ പോകുന്ന പ്രണയകഥ കേട്ടാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും. ഒരു കാലത്ത് തൻ്റെ രോഗിയായിരുന്ന യുവതിയോട് ഒരു റേഡിയോളജിസ്റ്റ് തോന്നിയ പ്രേമത്തെ എന്തുകൊണ്ടാണ് ലോകം മുഴുഭ്രാന്ത് എന്ന് വിളിച്ചതെന്നറിയണമെങ്കിൽ ഈ കഥ പൂർണ്ണമായും അറിഞ്ഞിരിക്കണം. 1926 ജർമ്മൻ വംശജനായ കാൾ ടാൻസിലർ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് ഫ്ലോറിഡയിലെ കീ വെസ്റ്റിലേക്ക് എത്തിയത്. അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറൈൻ ഹോസ്പിറ്റലിൽ റേഡിയോളജിസ്റ്റായി അദ്ദേഹം ജോലി നോക്കി. പൊതുവെ സ്വയം ഉൾവലിഞ്ഞ സ്വഭാവക്കാരനായിരുന്ന അയാൾ അവിടെ വെച്ചാണ് എലീന ഡി ഹൊയോസ് എന്ന രോഗിയെ കണ്ടുമുട്ടിയത്. മരണകാരണമായേക്കാവുന്ന ക്ഷയരോഗമാണ് അവളെ പിടികൂടിയത്. 21 വയസ്സ് മാത്രം പ്രായമുള്ള എലീന അതിസുന്ദരിയായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ ടാൻസിലർ അവളിൽ ആകൃഷ്ടനായി. താൻ സ്വപ്നത്തിൽ കാണാറുള്ള, താൻ ജീവിത പങ്കാളിയാക്കണമെന്ന് ആഗ്രഹിച്ച ഇരുണ്ട മുടിയുള്ള സ്ത്രീ അത് എലീനയാണെന്ന് കാൾ ഉറച്ചു വിശ്വസിച്ചു. അധികം വൈകാതെ തന്നെ ഈ ആകർഷണം അയാളിൽ വല്ലാത്തൊരു ഒബ്സെഷനായി മാറി. എന്നാൽ ദിവസം ചെല്ലുന്തോറും അവളുടെ നില വീണ്ടും ഗുരുതരമായി. അപ്പോഴെല്ലാം ഇരട്ടി തീവ്രതയോടെ അയാൾ അവളെ സ്നേഹിച്ചു. രോഗം ഭേദമാക്കാൻ അയാൾ സ്വന്തമായി ഉപകരണങ്ങളും മരുന്നുകളും ഉണ്ടാക്കി നൽകി. സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അവൾക്ക് കൈമാറി. എലീന ഹൊയോസിനെ ബാധിച്ചിരുന്ന ക്ഷയരോഗം അത് അക്കാലത്ത് ചികിത്സയില്ലാത്ത ഒരു മാറാരോഗമായിരുന്നു. ടാൻസിലറിന് എലീനയെ രക്ഷിക്കാനായില്ല. 1931 എലീന ഈ ലോകത്തോട് വിട പറഞ്ഞു. ശവസംസ്കാരം നടത്താനും ഒരു ശിലാശവകുടീരം ഉണ്ടാക്കാനും ടാൻസിലർ തന്നെ മുൻകൈയെടുത്തു. എന്നാൽ എലീനയുടെ മരണം എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ സത്യം ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിച്ചില്ല. അവൾക്കായി നിർമ്മിച്ച ശവകുടീരത്തിൽ ഓരോ രാത്രിയിലും പോയി സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പതിവാക്കി. ഏകദേശം ഒരു 2 വർഷക്കാലത്തോളം ഈ അവസ്ഥ തുടർന്നുപോയി. എന്നാൽ 2 വർഷത്തിനു ശേഷം ടാൻസിലർ ആളാകെ മാറാൻ തുടങ്ങി. അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു. അയാൾ ഹൊയോസിൻ്റെ ശവകുടീരം സന്ദർശിക്കാതെയായി. അയാളുടെ ഈ മാറ്റം കണ്ട് അവളുടെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ അതിശയിച്ചത്. എന്നാൽ പക്ഷേ അത് എന്തുകൊണ്ടാണ് ഈ മാറ്റം അയാളിൽ വന്നത് എന്നുള്ള കാര്യമൊന്നും അന്വേഷിക്കാനായി അവർ തുനിഞ്ഞില്ല. ടാൻസിലർ ഹൊയോസിനെ അപ്പോഴും പ്രണയിച്ചിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വാസ്തവം. അതുമാത്രവുമല്ല, ദിവസം ചെല്ലുന്തോറും ആ പ്രണയത്തിൻ്റെ തീവ്രത വല്ലാണ്ട് കൂടി വന്നു. കൂടുതൽ സമയം അവളുമായി ചെലവഴിക്കണമെന്ന് അയാൾ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ 1933 ഈ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കാൾ ടാൻസിലർ ആ ഭീകരമായ കൃത്യം ചെയ്തു. അദ്ദേഹം എലീനയുടെ മൃതദേഹം രഹസ്യമായി ശവകുടീരത്തിൽ നിന്നും പുറത്തെടുത്ത് സ്വന്തം വീട്ടിലെ ഒരു താൽക്കാലിക ലാബിലേക്ക് മാറ്റി. അവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, വയറുകൾ, മെഴുക്, ഗ്ലാസ് കണ്ണുകൾ എന്നിവ ഉപയോഗിച്ച് അവളുടെ ശവശരീരം അയാൾ മമ്മിഫൈ ചെയ്തു. മൃതദേഹം ഉറപ്പിച്ചു നിർത്താൻ കമ്പികളും മെഴുകും തുണികളും ഉപയോഗിച്ചു. അഴുകിപ്പോയ ചർമ്മത്തിന് പകരം സിൽക്ക് തുണികളും പശയും വെച്ച് പുതിയ രൂപം നൽകി. ഗ്ലാസ് കണ്ണുകൾ, അവളുടെ തന്നെ മുടി കൊണ്ടുണ്ടാക്കിയ വിഗ് എന്നിവ ഈ ശവത്തിനെ അദ്ദേഹം ധരിപ്പിച്ചു. എലീന ജീവിച്ചിരിപ്പുണ്ടെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ച് വിലയേറിയ ഗൗണുകളൊക്കെ ധരിപ്പിച്ച് ഒരു ജീവിത പങ്കാളിയോട് എങ്ങനെയോ അത്തരത്തിൽ ആ മൃതദേഹത്തോടൊപ്പം സമയം ചെലവഴിച്ച് സംസാരിച്ച് അയാൾ അവൾക്കൊപ്പം കിടന്നുറങ്ങി. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും ഇത് കൂടുതൽ ബുദ്ധിമുട്ടായി തീർന്നു. എലീനയുടെ ശരീരം കൂടുതൽ ദ്രവിക്കാനും അഴുകാനും തുടങ്ങി. പക്ഷേ ടാൻസിലർ തുണിക്കെട്ടുകൾ ഉപയോഗിച്ച് അവളുടെ ശരീരത്തിലെ പൊള്ളയായ ഭാഗങ്ങൾ നിറയ്ക്കാൻ ശ്രമിച്ചു. ശവശരീരത്തിൻ്റെ അഴുകിയ ഗന്ധം ചുറ്റിലും പടരാതിരിക്കാൻ അയാൾ അണുനാശിനിയും മൃതദേഹത്തിൻ്റെ മുഖത്ത് മെഴുകും പ്രയോഗിച്ചു. ഒരു സാധാരണ ബന്ധത്തിലാണെന്ന പോലെ ടാൻസിലർ എലീനയ്ക്കായി സുഗന്ധദ്രവ്യങ്ങളും സമ്മാനങ്ങളും വാങ്ങുന്നതും പതിവായിരുന്നു. അവളുടെ മുടിയിഴകൾ സുന്ദരമാക്കാനും അയാൾ ദിവസേന സമയം കണ്ടെത്തി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ടാൻസിലറിൻ്റെ ജീവിതത്തിൽ ആരോ ഉണ്ടെന്നും അവൾക്കായിട്ടാണ് അയാൾ ഈ സമ്മാനങ്ങൾ വാങ്ങുമെന്നുള്ള സംസാരങ്ങളുമൊക്കെ ആൾക്കാർക്കിടയിൽ വലിയ ചർച്ചയാവാൻ തുടങ്ങി. എന്നാൽ അത് ആരാണെന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല. ആരും അവളെ കണ്ടിട്ടുമുണ്ടായിരുന്നില്ല. ഒരു ദിവസം അയൽവാസിയായ ഒരു ആൺകുട്ടി മനുഷ്യൻ്റെ വലുപ്പമുള്ള ഒരു പാവയുമായി അയാൾ നൃത്തം ചെയ്യുന്നത് കാണാനിടയായി. 1940കളിൽ ഒരു വലിയ പാവയോടൊപ്പം ടാൻസിലർ ജീവിക്കുന്നു എന്ന സംശയം എലീനയുടെ സഹോദരിക്കും തോന്നി. സഹോദരി ടാൻസിലറുടെ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ ആ സത്യം പുറത്തായി. അവൾ പോലീസിനെ വിളിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിൽ മുറിക്കുള്ളിൽ കണ്ടത് 7 വർഷം പഴക്കമുള്ള കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എലീനയുടെ ഒരു മമ്മിഫൈഡ് മൃതദേഹമായിരുന്നു. ഒരു മൃതദേഹത്തോടൊപ്പമാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തിയ ഉടൻ തന്നെ ടാൻസിലർ അറസ്റ്റിലായി. അനാശാസ്യപരമായി ഒരു ശവക്കുഴി കുഴിച്ചതിനും ഒരു മൃതദേഹം നീക്കം ചെയ്തതിനും അയാൾ വിചാരണ നേരിട്ടു. ആളുകൾക്കിടയിൽ ഈ കേസ് വലിയ ചർച്ചയായി. പല നാട്ടുകാരും ടാൻസിലറിനോട് സഹതപിച്ചു.
ചില സ്ത്രീകൾ ഇത് വല്ലാതെ റൊമാൻറ്റിക് ആണെന്ന് പോലും കരുതി. ഒടുവിൽ ശിക്ഷാ കാലാവധി അവസാനിച്ചതിനാൽ ടാൻസർ കുറ്റവിമുക്തനാക്കപ്പെട്ടു. വളരെ ശ്രദ്ധ നേടിയ കേസ് എന്ന നിലയിൽ വിചാരണയെ തുടർന്ന് ഫ്ലോറിഡയിലെ ജനങ്ങൾക്ക് കാണാൻ പാകത്തിന് ഈ യുവതിയുടെ, അതായത് എലീനയുടെ മൃതദേഹം ഒരു പ്രാദേശിക ശവസംസ്കാര ഹാളിൽ പ്രദർശനത്തിന് വെച്ചു. തുടർന്ന് രഹസ്യമായി ഒരു പുതിയ ശവക്കുഴിയിൽ അത് മറവ് ചെയ്യുകയും ചെയ്തു. വിചാരണയുടെ നാളുകളിൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അവളുടെ മൃതദേഹം തിരികെ വേണമെന്ന് അയാൾ കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും അയാളുടെ ഈ അഭ്യർത്ഥന കോടതി നിരസിച്ചു. പിന്നീട് 1952 ടാൻസർ മരണപ്പെടുമ്പോൾ എലീനയുടെ രൂപത്തിലുള്ള അതേ വലിപ്പത്തിലുള്ള ഒരു പാവയെ കെട്ടിപ്പിടിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും കണ്ടെത്തിയതും. പ്രണയം അതത്ര തീവ്രമാണെങ്കിലും മനസ്സിൻ്റെ കടിഞ്ഞാൺ കൈവിട്ടാൽ അത് ഭ്രാന്തായി മാറുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അമ്പരപ്പിക്കുന്ന ഈ ജീവിതകഥ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.